ഹലോ മക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്ത നക്ഷത്രങ്ങളെ 5 വീതമുള്ള ഗണങ്ങളായി തിരിച്ചാൽ എത്ര ഗണങ്ങൾ കിട്ടും? ഗണം മീൻസ് കൂട്ടം. 5 എണ്ണമുള്ള കൂട്ടാക്കണം. നമുക്കൊന്ന് കൂട്ടാക്കി നോക്കാം. 1 2 3 4 5 ഇങ്ങനെ ഒരു കൂട്ടമാക്കാം അല്ലേ. ഇവിടെ വീണ്ടും മൂന്നാമത്തെ കൂട്ടം, ഇവിടെ നാലാമത്തെ കൂട്ടം, 5 6 ഇങ്ങനെ ഒരു 5 ചേർത്ത് നമുക്കൊരു 5 കൂടെ കിട്ടും അല്ലേ. അപ്പോൾ എത്ര ഗ്രൂപ്പായി? ചുവന്നത് 3 എണ്ണം ഉണ്ട്, പച്ച 3 എണ്ണം ഉണ്ട്, അപ്പോൾ 6, ഓറഞ്ച് 1 7, നീല 1 8. അപ്പോൾ ഒട്ടാകെ 8 ഗണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ നമ്പർ 4 8 അല്ലേ. ഓക്കെ. താഴെ കൊടുത്ത ചിത്രത്തിൽ എത്ര സമകോണ ചതുർഭുജങ്ങൾ ഉണ്ട്? എത്ര സമകോണ ചതുർഭുജങ്ങൾ റെക്റ്റാങ്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 പിന്നെയോ ഈ ഫുള്ളും കൂടിയാൽ 7. അപ്പോൾ ഓപ്ഷൻ നമ്പർ 4 7 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ചുമരിലെ ചിത്രം നോക്കൂ. ചില സ്ഥലത്ത് സമചതുരത്തിലുള്ള ടൈലുകൾ നിരത്തിയിരിക്കുന്നു. ഇത് പൂർത്തിയാക്കാൻ ഇനി എത്ര ടൈലുകൾ കൂടി വേണം? നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതിങ്ങനെ വരക്കാം, ഇതിങ്ങനെ വരക്കാം. ഇനി ഇതിങ്ങോട്ട് ജോയിൻ ചെയ്യുക. 1 എണ്ണി നോക്കാം. ഇവിടെ 1 2 3 4 5 6. യെസ്, ഓപ്ഷൻ നമ്പർ 4 6 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ചീന 15 മീറ്റർ ചുവന്ന നാടയും 29 മീറ്റർ നീല നാടയും 23 മീറ്റർ പച്ച നാടയും വാങ്ങി. അവൾ ആകെ വാങ്ങിയ നാടയുടെ നീളം എത്ര? എല്ലാം കൂടെ കൂട്ടുക. എത്ര? 15 29 23 കൂട്ടിയാൽ 5 9 14 3 17. ഒന്ന് ബാക്കി 1 1 2 2 4 2 6 67. അപ്പോൾ 67 മീറ്റർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ നമ്പർ 2. ചോദ്യം. താഴെ തന്നിരിക്കുന്ന ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം എഴുതുക. 9:25. യെസ്, ഓപ്ഷൻ നമ്പർ 3 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് മാതൃക പൂർത്തിയാക്കുക. ഇവിടെ 2 ആരോസ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാറ്റേൺ. നെക്സ്റ്റ് പാറ്റേൺ ഡൗൺ താഴോട്ടേക്കാണ് ഉള്ളത്. അപ്പോൾ അടുത്തത് എന്താണ്? വീണ്ടും എന്തെങ്കിലും ആവട്ടെ. ഇതെന്തായാലും അല്ല, ഈ ഗ്രൂപ്പിൽ 2 ഒരുപോലെ അല്ല. ഇതിപ്പോൾ എല്ലാം 2 ഒരുപോലെയുള്ള ഗ്രൂപ്പാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഇതിൽ ഉണ്ട്. ഇത് അല്ല, പിന്നെ ഇത് താഴോട്ടേക്ക് തന്നെയാണ്. ഇതുമല്ല, 2 താഴോട്ടേക്കായിട്ടല്ല വരേണ്ടത്. ഇത് ഓപ്പോസിറ്റാണ് ഉള്ളത്. അപ്പോൾ ഏതാ ശരിയായിട്ടുണ്ടാവും? ഇത് മാത്രമാണ് ഒരേപോലെ വരുന്നതുള്ളത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 2 അല്ലേ. 2 മുകളിലോട്ടേക്ക് വരുന്ന രീതിയിലേക്ക്, മുകളിലോട്ടേക്കും വശങ്ങളിലോട്ടേക്കും. അടുത്ത ചോദ്യം. കൃഷ്ണ തൻ്റെ കളിപ്പാട്ടങ്ങളിൽ പാവകളും കാറുകളും പട്ടങ്ങളും എത്രയുണ്ടെന്ന് കണക്കാക്കുന്നു. ഓരോന്ന് എത്ര വീതം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഓരോന്ന് എണ്ണിക്കോ. ആദ്യം പാവക്കുട്ടി എണ്ണ. 1 2 3 4 5 6 7 8. അപ്പോൾ പാവ 8. ഓക്കെ. പട്ടം 1 2 3 4 5 6 അല്ലേ. 6 പട്ടം 6. ഇനി കാറ് 1 2 3 4 5 6 7. കാറ് 7. 8 6 7 അല്ലേ. 6 8 7. പട്ടാണ് ആദ്യം. അപ്പോൾ 6 8 7. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 തന്നെയാണ് ശരിയായ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം. വലിപ്പം അനുസരിച്ച് ചെറുതു മുതൽ വലുത് വരെ എന്ന ക്രമത്തിൽ ജന്തുക്കളെ ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമം ഏതാണ്? അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഒരിക്കൽ പറഞ്ഞ ചോദ്യം തന്നെയാണ്. പട്ടി, ആന, സിംഹം, അണ്ണാൻ, സിംഹം, ആന, കുതിര, ആന, എലി, പൂച്ച, പശു, പട്ടി. ഇതിലേതാണ് ക്രമമായിട്ട്, അതായത് ചെറുതെന്ന് വലുതിലേക്ക് പോകുന്നത്? പട്ടി, ആന, സിംഹം അല്ല. അണ്ണാൻ, സിംഹം, ആന അതാണ് ശരിയായ ഉത്തരം അല്ലേ. കുതിര കഴിഞ്ഞിട്ട് ആന, എലി അത് തെറ്റാണ്. പൂച്ച, പശു, പട്ടി അതും തെറ്റ് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 3 ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നാം മണ്ണെണ്ണ ഒഴിക്കുന്നത് എന്തിനാണ്? കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിക്കുന്നത്?
1 മത്സ്യത്തെ കൊല്ലാൻ, 2 വെള്ളത്തിനെ തിളക്കമുള്ളതാക്കാൻ, 3 ദുർഗന്ധം ഇല്ലാതാക്കാൻ, 4 കൊതുകുകളെ കൊല്ലാൻ. യെസ്, ഓപ്ഷൻ നമ്പർ 4 കൊതുകുകളെ കൊല്ലാൻ എന്നുള്ളതാണ് ശരി അല്ലേ, കൊതുക് മുട്ടകളെ കൊല്ലാൻ. അടുത്തത്, ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്, മുമ്പത്തെ വീഡിയോസിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.